ഹലോ ഹായ് വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറേ ചെറിയ പച്ചമാങ്ങയായിട്ടാണ്. കണ്ടോ, ഒരു 5-8 പച്ചമാങ്ങേൻ്റെ മുന്നിൽ പെണ്ട് ഒരു കത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും കൊണ്ടൊരു സംഭവം ഉണ്ടാക്കാൻ പോവാണ്. എന്തായാലും സംഭവത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ പച്ചമാങ്ങ എവിടെ നിന്നാണ് കിട്ടിയെന്ന് നോക്കിയിട്ട് നമുക്ക് ഓടി വരാം. ഓക്കെ, ഹലോ, ഞാനുള്ളത് ഞങ്ങളുടെ വീടിൻ്റെ ടെറസിൻ്റെ മേളിലാണ്. ടെറസിൻ്റെ മേളിൽ ടെറസ് ഗാർഡൻ ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. ഇത് അവിടെ നോക്കിയാൽ കണ്ടോ, കുറേ പച്ചമാങ്ങ, നല്ല നാടൻ പച്ചമാങ്ങയാണ്. ഇപ്പോൾ പച്ചമാങ്ങയുടെ സീസണാണ്. പച്ചമാങ്ങ കണ്ടപ്പോൾ എനിക്കൊരാഗ്രഹം, ഇപ്പോൾ നല്ല വേനൽക്കാലവും കൂടിയാണല്ലോ, അപ്പോൾ ഈ വേനൽക്കാലത്ത് പച്ചമാങ്ങ കൊണ്ടുണ്ടാക്കാവുന്ന 2 സ്പെഷ്യൽ ഐറ്റംസ് നിങ്ങളെ കാണിക്കാനുള്ള പരിപാടി. അപ്പോൾ ആദ്യം നമുക്ക് പച്ചമാങ്ങ അടിച്ചെടുക്കാം അവിടെ നിന്ന്. ഓക്കെ, ഇത്രയും മാങ്ങ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതും കൊണ്ട് എന്താ ചെയ്യണമെന്ന് താഴെ പോയിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതും കൊണ്ട് എന്താ ഉണ്ടാക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ 2 ഐറ്റംസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരെണ്ണം ഇന്ന് എന്തായാലും കാണിക്കാം. അതായത് പച്ചമാങ്ങ കൊണ്ടുള്ളൊരു ജ്യൂസാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. മാങ്ങയുടെ സീസണാണ്, എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് മാങ്ങയപ്പോൾ കിട്ടുന്ന സമയമാണ്. വളരെ എനർജൈസിങ് ആയിട്ടുള്ള ജ്യൂസാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ പച്ചമാങ്ങയുടെ തൊലി ഒന്ന് കളഞ്ഞെടുക്കാം. അപ്പോൾ ഈ 4 മാങ്ങയും കൊണ്ടാണ് നമ്മളിന്ന് ജ്യൂസ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്കിന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ മാങ്ങയൊന്ന് കഴുകി എടുത്തിട്ടുണ്ടേ, കട്ട് ചെയ്യാൻ നോക്കിയത്. ഇത് വളരെ കുറച്ച് ഫ്ലഷ് മാത്രമുള്ള നാടൻ മാങ്ങ കേട്ടോ. അപ്പോൾ ഇത്രയും മാങ്ങ നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മൾ ആസ് യൂഷ്വൽ എപ്പോഴും ഉണ്ടാക്കുന്നതിൽ 4 ഗ്ലാസ്സിന് ഉണ്ടാക്കുന്നത്. സോ ഇത്രയും മാങ്ങ വെച്ചിട്ട് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. അപ്പോൾ നമ്മുടെ പച്ചമാങ്ങ ജ്യൂസ് ഉണ്ടാക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട്, കാണിച്ചു തരാം നന്നായിട്ട്. ഒരു മിക്സിയുടെ ജാർ ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ മാങ്ങ കഷ്ണങ്ങളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് ഇടാൻ പോകുന്നത് കുറച്ച് പുതിനയില കേട്ടോ. പുതിനയില ശരിക്കും റിഫ്രഷിംഗ് ആണ്. ഒരു പകുതി മുളകും ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട്. മുളക് ഒത്തിരി കൂടിപ്പോലെ കേട്ടോ, അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു പകുതി നാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിക്കണ്ടേ. മാങ്ങയ്ക്ക് നല്ല പുളിയുണ്ട്, എനിക്ക് തന്നെ നാരങ്ങാ നീരിൻ്റെ ടേസ്റ്റ് ഒരു പ്രത്യേക കേട്ടോ. ഇതിലേക്ക് ഇടാൻ പോകുന്ന ഒരു 1/2 കപ്പ് പഞ്ചസാരയാണേ. നിങ്ങളുടെ മധുരത്തിനനുസരിച്ചും മാങ്ങയുടെ പുളി അനുസരിച്ചും പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ പുളി ഒന്ന് കുറയ്ക്കാനും മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനും ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത്രയൊന്നും അടിച്ചെടുക്കാൻ ആവശ്യമായ വെള്ളം കേട്ടോ, കുറച്ച് ഒഴിച്ചാൽ മതി. അപ്പോൾ ഞാൻ ഈ ജാറൊന്ന് ക്ലോസ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സിക്ക് അടിച്ചിട്ട് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത് മിക്സിക്ക് അടിച്ച് നന്നായിട്ട് അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ആവശ്യത്തിന് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞങ്ങളൊരു 4 ഗ്ലാസ്സിന് ഉണ്ടാക്കുന്നത്, അതിനൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അടച്ചിട്ട് 1 മിനിറ്റും കൂടെ മിക്സിക്ക് ഒന്ന് അടിച്ചിട്ട് ഞാൻ കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഒന്നും കൂടെ മിക്സിക്ക് അടിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനൊന്ന് അരിച്ചെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഒരു തരിതരിപ്പ് വേണമെങ്കിൽ തന്നെ കുടിക്കാം, എന്നാലും ഒരു തരിതരിപ്പ് ഉണ്ടാവും, അതൊന്ന് അരിച്ച് കളയാൻ നമുക്ക്. കുറേ വേസ്റ്റ് വന്നിട്ടുണ്ട്. നമുക്ക് ഇത്രയും പച്ചമാങ്ങ ജ്യൂസാണ് കിട്ടിയിരിക്കുന്നത്. നമുക്കിതിന് സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഓക്കെ, ആസ് യൂഷ്വൽ നമ്മുടെ 4 ഗ്ലാസും റെഡിയാണ്, ജ്യൂസും റെഡിയാണ്. നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. അതിന് മുമ്പ് ആദ്യം ഞാൻ കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം അതിൽ കേട്ടോ. ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പച്ചമാങ്ങ ജ്യൂസ് ഞാൻ ഓരോ ചെറിയ പുതിനയും കൂടെ വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യണ്ടേ. അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ടെംപ്റ്റേഷൻ കാരണം ഇരിക്കാൻ പറ്റുന്നില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞു. സ്ട്രോ എടുത്തിട്ടുണ്ട്. ശരിക്കും അടിപൊളിയായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എരിവും
പുളിയും മധുരവും ഉപ്പും എല്ലാം ചേർന്നൊരു ഫീല്. അടിപൊളി ടേസ്റ്റാണ്. ഉറപ്പായിട്ടും വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുത്ത് നോക്കുക, ഞെട്ടും അവർ. അത്രയ്ക്ക് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസിയാണ് ഈ റെസിപ്പി. പച്ചമാങ്ങയുടെ കാലമാണ്, ഞാൻ അതും തന്നെ പറഞ്ഞു. ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്.